ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലൊരു ഇൽമ് ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അനസേ, നിനക്ക് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ ഇൽമ് ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരുന്നത് വരെ അത് ഞാൻ പറയൂല അനസേ. അതുകൊണ്ട് നമ്മുടെ യാത്ര കഴിഞ്ഞിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. യാത്ര കഴിഞ്ഞു, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കടന്നു പോയി യാത്രയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു. യാ അല്ലാഹ്, അവിടെ കടന്നു വന്നിരുന്നു കൊണ്ട് മദീനത്തിന്റെ രാജകുമാരൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അനസേ, മദീനയിലൂടെ വന്ന് കടന്നു പോകണം അനസേ. പ്രിയപ്പെട്ട മുഴുവൻ സ്വഹാബത്തിനെയും വിളിക്കണം, എല്ലാവരെയും വിളിച്ചിട്ട് അനസേ നിങ്ങൾ പറയണം, മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് റസൂലുള്ളാഹി വരാൻ പറഞ്ഞുവെന്ന് പറയണം. അനസ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അനസ് റളിയല്ലാഹു തആല കാണുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തേ, എല്ലാവരെയും റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയിലേക്ക് വിളിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ജോലികളും മാറ്റിവെക്കുകയാ. എല്ലാവരും ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ സവിധത്തിലേക്ക് മുഴുവൻ സ്വഹാബത്തും കടന്നു ചെന്നിരിക്കുകയാ. എല്ലാവരും നോക്കുന്നത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടിലേക്കാ. എന്തേ മുസ്തഫ നബി തങ്ങൾ പറയാൻ പോകുന്നത്? ഏതൊരു കാര്യത്തിനാ റസൂലുള്ള ഞങ്ങളെ വിളിച്ചത്? പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും വരി വരിയായിട്ട് വെക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അനസേ, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഇൽമുകൾ പഠിപ്പിക്കാൻ, ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഇൽമുകൾ പഠിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെയുള്ള ഇൽമ കൊണ്ട് പടച്ചവന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാൻ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സവിധത്തിൽ നിന്ന് പടച്ചവന്റെ സവിധത്തിലേക്ക് നന്മയുടെ വാതാനങ്ങൾ തുറക്കുന്ന പരിശുദ്ധമായ ഇൽമുകൾ പറഞ്ഞു തരാ അനസേ. നീ എവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അതുകൊണ്ട് സ്വർഗം ലഭിക്കാൻ, അതുകൊണ്ട് സന്തോഷം ലഭിക്കാൻ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാ ഉതകുന്ന ഒരു ഇൽമ് അവിടുന്ന് പഠിപ്പിക്കണം നബിയേ. രക്ഷപ്പെടണം. ഇവിടുന്ന് വിട പറഞ്ഞാലും മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയമുണ്ടല്ലോ, ആ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് എനിക്ക് രക്ഷപ്പെടണം. അങ്ങനത്തെ ഒരു ഇൽമ് ഹബീബേ അവിടുന്ന് പഠിപ്പിച്ചു പോയാൽ അതെന്റെ ജീവിതത്തിന്റെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും, വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ. മുസ്തഫ നബി തങ്ങൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അൻഫുസകും വഅഹ്ലീകും നാറാ. പടച്ചവനെ, റസൂലുള്ളാഹി തങ്ങൾ ആ കാണുന്ന സ്വഹാബത്തിന്റെ മുമ്പില് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കണേ, മക്കളെ സൂക്ഷിക്കണേ, ഭാര്യയെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ കത്തിയാണെന്ന് നരകമുണ്ടല്ലോ, നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഗ്സദാ.
പടച്ചവനെ ഹൃദയത്തെ പോലും കരിച്ചു കളയുന്ന അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടുണ്ടല്ലോ, ആ നരകത്തിന്റെ ചൂടിനെ തൊട്ട് എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മാതാവിനെയും നിങ്ങളുടെ പിതാവിനെയും നിങ്ങൾ ആർക്കൊക്കെയാണ് ചിലവ് കൊടുക്കുന്നത്, ചിലവിന് കൊടുക്കുന്നത്, അവരെ മുഴുവനും സൂക്ഷിക്കണമെന്ന് മദീനത്തിന്റെ രാജകുമാർ സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ എങ്ങനെയാ റസൂലേ, എന്തിൽ നിന്നാണ് നബിയേ, എന്തിൽ നിന്നാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആഖിർ സമാനാകുമ്പോ, ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോ അവിടുന്ന് വേദനയോടെ കടന്നു പോകുന്ന സമയങ്ങൾ വരാ, പാപ്പയെ അനുസരിക്കാത്ത സമയങ്ങൾ വരാ, പാവപ്പെട്ട ഉമ്മയും പാപ്പയും പൊന്നുമക്കളെ പൊന്നെപ്പോലെ പോറ്റി വളർത്തുകയാണ്. 20 വയസ്സ് വരെ, 16 വയസ്സ് വരെ, 17 വയസ്സ് വരെ പൊന്നുമക്കളെ അവിടുന്ന് നല്ലതുപോലെ പഠിപ്പിച്ച് വലുതാക്കിയ മാതാവും പിതാവും ആ മക്കളെ കാരണം കരയാൻ പോകുന്ന ഒരവസരം കടന്നു വരാനിരിക്കുന്ന സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഇതിപ്പോഴത്തെ കഥയല്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമാ ഇന്നഹു സയകൂ 2016-ലും 17-ലും 18-ലും 19-ലും 20-ലുമായി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? മക്കൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഏതോ ഒരു തന്റെ കൈപിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മക്കള്, 16 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പാനെ മറന്ന മക്കള്, 20 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പാനെ മറന്ന മക്കള്, പാവപ്പെട്ട ഉമ്മാന്റെ ബാപ്പാന്റെ കണ്ണുനീര് തോരാത്തത്രയോ വീടുകൾ പരിശോധിച്ചാ നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ ബഹുമാനപ്പെട്ട ജാബിർ തങ്ങൾ ചോദിച്ചു, നബിയേ എന്തുകൊണ്ടാണ് ഇതുപോലെ മക്കളെ കാരണം മാതാവും പിതാവും പൊട്ടിക്കറിയേണ്ടുന്ന ഒരവസ്ഥ വരുന്നത് നബിയേ? മക്കളെ കാരണം എന്തുകൊണ്ടാണ് മാതാവും പിതാവും പൊട്ടിക്കരയേണ്ടുന്ന ഒരവസ്ഥ വരുന്നത്? എന്റെ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു കളയാം, ഉമർ ഖുദവി ഉസ്താദിന്റെ വാക്കാണെങ്കിൽ തള്ളിക്കളയാം. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മണവാളൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, നിങ്ങളുടെ സലാത്ത് നമുക്ക് വേണ്ടുന്ന ഉറക്കെ ചൊല്ലിൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളുടെ ഉദരത്തിലേക്ക്, ഇത് പറയും ഉസ്താദ, ഇപ്പൊ ഇതിൽ നിന്നൊക്കെ ഇപ്പൊ ആരാ എപ്പോഴും മുക്തി നേടിയിട്ടുള്ള ആരാ എന്ന് ചിന്തിക്കണ്ട, എല്ലാരും എതിരെ പെട്ടില്ലേ ഉസ്താദെ? എന്തുകൊണ്ടാണ് മക്കൾ നമ്മൾ പറഞ്ഞ വഴിയിൽ വരാത്തത്? എന്തുകൊണ്ടാണ് ആ മക്കൾ നമ്മിൽ നിന്ന് അവിടെ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്? ഉമ്മ പറയുന്ന വാക്ക് എന്തുകൊണ്ട് കേൾക്കാത്തത്? പാപ്പ പറയുന്ന വാക്ക് എന്തുകൊണ്ട് കേൾക്കാത്തത്? മദീനത്തിന്റെ പൊന്നോമന പുത്രൻ, മദീനയുടെ മണൽപ്പരപ്പിന്റെ രോമാഞ്ചം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ മുതൽ, നമ്മുടെ വിഷയം തന്നെ കുടുംബാണ്, അതിലേക്കൊക്കെ വരും, മക്കളുടെ പിന്നെ ഉള്ളിലേക്ക് ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ മുതൽ, അതിന്റെ എങ്ങനെയൊക്കെ സമ്പാദിച്ചതാണെങ്കിലും ഹലാലല്ലാത്തത് നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ നിങ്ങളുടെ ചെലവിൽ കഴിയുന്ന നിങ്ങളുടെ ഉമ്മയുടെയോ നിങ്ങളുടെ ബാപ്പയുടെയോ ഉദരത്തിലേക്ക് നിങ്ങൾ കടത്തിവിട്ടാൽ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, അത് കാരണമായി അവരുടെ ശരീരത്തിലൂടെ ഓടുന്ന ബ്ലഡ് മുഴുവനും മലിനമായി പോകുമ്പോ മോശമായ ചിന്തയിലേക്കൊന്ന് കടന്നു പോകുന്നില്ലേ? ആരായി പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ, അതൊക്കെ എത്രയോ വാളുകൾ നമ്മൾ കേട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, രക്ഷ കിട്ടൂല. 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ പോലും നമുക്ക് രക്ഷ കിട്ടൂല. പടച്ചവനെ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ പള്ളിയിൽ റമളാനിന്റെ ദിവസത്തിൽ 27-ാം രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്, ഖുർആൻ ഓതുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ
ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പടച്ചറബ്ബേ, അവിടെ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ സൂറത്തുൽ ഖദ്ർ ഇങ്ങനെ ഓതുകയാണ്. അല്ലാഹുവേ, എപ്പോഴാണ് പള്ളിക്കാട്ടിൽ നിന്നാണോ എന്നറിയില്ല, എവിടെന്നോ വാവിട്ടു നിലവിളിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരാണ് പടച്ചവനെ കരയുന്നത്? എവിടെ നിന്നാണ് പടച്ചവനെ കരച്ചിൽ കേൾക്കുന്നത്? ഏത് കോണിൽ നിന്നാണ് റബ്ബേ കരച്ചിൽ കേൾക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മടക്കി വെച്ചിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇറങ്ങുകയാ. ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. കരച്ചിൽ കേട്ട് എവിടെ നാട് ഒരാളെയും കാണുന്നില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കടന്നു പോവുകയാണ്. പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ അല്ലാഹുവേ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഖബർ കാണുകയാണ്. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ ഒരു മനുഷ്യന്റെ തൊലിവുരിഞ്ഞു മാറ്റുന്നത് പോലെ വാവിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുന്ന കണ്ണുനീരിങ്ങനെ കേൾക്കുന്നത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ നാട്ടിൽ നല്ല പ്രായമുള്ള വയസ്സായ ഒരാളെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ബാപ്പാ, ഞാൻ ഒരു ഖബർ കാണിച്ചു തന്നാൽ ആ ഖബറിന്റെ ഉള്ളിൽ ആരാണ് കിടന്നതെന്ന് പറയൂ, ആ ഖബറിന്റെ ഉള്ളിൽ ആരെ കൊണ്ട് ഖബറടക്കിയെന്ന് പറയൂ. ഈ വയസ്സായ ആള് കടന്നു വന്നു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, പടച്ചവനെ, ആ ഖബറിന്റെ അരികിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ഈ വയസ്സായ മനുഷ്യൻ പറഞ്ഞു, അവനിക്കു നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല, അവനിക്കു നോമ്പില്ലാത്തത് കൊണ്ടല്ല, അവനിക്ക് സ്വതക്കയില്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തെന്നറിയോ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അല്പം പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോയതാ. നിസ്കാരത്തിനൊരു കുറവില്ലല്ലോ, നോമ്പിനൊരു കുറവില്ലല്ലോ, അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാ. മുന്നിലേക്ക് കടന്നു വരുന്ന ആളാ. പക്ഷേ ഇവിടെ സംഭവിച്ചു പോയത് അല്പം പലിശയുമായി ബന്ധപ്പെടുന്ന സ്വഭാവം. അതുകൊണ്ട് പടച്ച റബ്ബ് ഖബറിൽ കൊടുത്ത ശിക്ഷയാണ് മോനെ. ഇവിടെ മക്കളൊന്നും മാത്രല്ല, മക്കളുടെ ഉദരത്തിലേക്ക് ബാപ്പമാരാകുന്ന നമ്മൾ കൊടുത്താലും ശരി തന്നെ, നമ്മളല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്നത്. പാടുപെട്ട് വളർത്തിയ മക്കൾ, പാടുപെട്ട് വളർത്തിയ ഈ മക്കൾ അവസാനം പറയും, റബ്ബേ, എന്നെ ഇല്ലാതാക്കിയത് എന്റെ ബാപ്പയാണ്, ഇല്ലാതാക്കി എന്റെ ബാപ്പയാണ്, അതുകൊണ്ട് എന്റെ ബാപ്പാനെ നീ ഒന്ന് പിടിച്ചിർത്തണേ പടച്ചവനെ. ബാപ്പയാണ് എന്റെ ഉള്ളിലേക്ക് ഹറാമിയത്തിന്റെ മുതലുകൾ കൊണ്ടു തന്നത്, അതുകൊണ്ട് ആ ബാപ്പയൊന്ന് പിടിച്ചു നിർത്തിക്കോ റബ്ബേ. നമ്മൾ എത്ര സ്നേഹിച്ച മക്കൾ. അള്ളാന്റെ റസൂൽ ഖുർആൻ ഓതിട്ട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബക്കാരെ സൂക്ഷിക്കണം അള്ളാന്റെ നരകത്തിലേക്ക് പോകുന്നതിനെ തൊട്ട്. അല്ലെ, സ്വന്തം മക്കൾ ജീവനോടെ ഇവിടെ ഇരിക്കുന്ന സമയം നമ്മുടെ മക്കളുടെ കാലിൽ ഒരു മുള്ളുകൊണ്ടാ സഹിക്കാൻ പറ്റൂല. അള്ളാന്റെ നരകത്തിലേക്ക് വലിച്ചേക്കുന്നൊരു പതിവുണ്ടെങ്കിൽ, അതായത് എന്റെ പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ബാപ്പ പെട്ടുപോയിട്ടുണ്ട് മനുഷ്യന്മാർ സാഹചര്യം കൊണ്ട്, അല്ലാഹു തആല പശ്ചാത്തപിച്ചു മടങ്ങുള്ള സൗഭാഗ്യം തന്നത് മുസ്തഫ നബി തങ്ങൾ പറയാൻ. അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോണ വലിയ വിഷയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ, നിങ്ങൾ അവരുടെ ഉദരത്തിലേക്ക് ഹറാമിയത്ത് ഇട്ടു കൊടുക്കാതെ സൂക്ഷിക്കണേ സ്വഹാബത്തെ. ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്തഫ നബി തങ്ങളുടെ വാക്കാൻ എടുത്ത് കളയാൻ പറ്റൂലല്ലോ, പെട്ടെന്ന് പറയാം. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്ന് കുടുംബബന്ധം നല്ലതുപോലെ അള്ളാന്റെ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ പോകുന്നവരവസ്ഥയിലേക്ക് മാറണേ സ്വഹാബാ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന വാക്കേതെന്നറിയോ, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ. ഭാര്യയും ഭർത്താവും ഒത്തുകൊണ്ട് വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുമ്പോ അവിടെ സന്തോഷം കണ്ടെത്തലാണ്, അവിടെ ആനന്ദം കണ്ടെത്തലാണ്, അവിടെ സന്തോഷത്തിന്റെ വെളിച്ചം കണ്ടെത്തലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ
അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഭാര്യമൊത്തുകൊണ്ട് കുടുംബജീവിതം നടിച്ചു വീട്ടുമ്പോ, കുടുംബജീവിതം കഴിച്ചു കൂട്ടുമ്പോ, അല്ലാഹുവേ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പല വാക്കുകളും പറഞ്ഞേക്കാ, നിങ്ങളെ ചീത്ത വിളിച്ചേക്കാ, നിങ്ങളെ കളിയാക്കിയേക്കാ, നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാ. നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അവൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിലും അവൾ നിങ്ങളെ കളിയാക്കിയേക്കാ. എന്നാലും എന്റെ സ്വഭാവ പടച്ചവന്റെ മുമ്പിൽ വിജയിക്കുന്ന കുടുംബനാഥൻ ആരെന്നറിയോ? ആ പെണ്ണ് പറയുന്ന വാക്കിന് തിരിച്ചു പറയാതെ അത് സഹിക്കുന്നവരാണ് സ്വഭാവ, അത് ക്ഷമിക്കുന്നവരാണ് സ്വഭാവ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ യൂനുസ് നബിയെ കാണാ കുറച്ച് ചെറുപ്പക്കാര് കടന്നു വരുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ചെറുപ്പക്കാരാ നിങ്ങൾ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരുന്നോ മക്കളെ? അല്ലാഹുവേ വന്നിരിക്കുന്ന ആളുകളെ മുഴുവനും വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടത്തിയിരുത്തുകയാണ്. എന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. അങ്ങനെ അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് കടന്നു പോയ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, പെട്ടെന്ന് വീടിന്റെ അടുക്കളയിലേക്കൊന്ന് കയറുന്നുണ്ട്, പിന്നെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്, വീണ്ടും അടുക്കളയുടെ ഉള്ളിലേക്കൊന്ന് കയറുന്നുണ്ട്, വീണ്ടും പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഈ ഇരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും കാണുകയാണ് യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് പണിയാണ് ചെയ്യുന്നത്. അവിടെ നീ ചെറുപ്പക്കാര് കണ്ടുവന്ന് മനസ്സിലാക്കിയ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. ചെന്നിട്ട് പറയുന്ന, ചെറുപ്പക്കാരെ അടുക്കളയുടെ ഉള്ളിലേക്ക് ഞാൻ കയറുന്ന നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടത് ശരിയോ? അത് മാത്രവുമല്ല, ഫതഅജ്ജബൂ അൻ ദാലിക, അവര് വല്ലാതെ വിഷമിച്ചു പോവുകയാണ്, ആശ്ചര്യപരിതരായി പോവുകയാ. എന്തിനാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് അടുക്കളയിൽ കയറുന്നു, പെട്ടെന്ന് പുറത്തിറങ്ങുന്നു? നോക്കുന്ന സമയത്ത് റബ്ബേ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയുടെ കവിൾ തടത്തി വിരൽ കൊണ്ട് കുത്തുന്നുണ്ട്, യൂനുസ് നബിയെ ചീത്ത വിളിക്കുന്നുണ്ട്, യൂനുസ് നബിയെ ആക്ഷേപിക്കുന്നുണ്ട്, യൂനുസ് നബിയെ കളിയാക്കുന്നുണ്ടല്ലോ. യാ അല്ലാഹ്, ഇത് കണ്ടിരുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, അവൾ എന്റെ ഭാര്യയാണ്, അവൾ എന്റെ ഭാര്യയാണ്, പക്ഷേ അവൾ എന്നെ എന്ത് ചെയ്താലും, അവൾ എന്നെ കളിയാക്കിയാലും, അവൾ എന്നെ കുറ്റപ്പെടുത്തിയാലും വല്ലാഹി തിരിച്ചൊരു വാക്കുപോലും ഞാൻ പറയൂല. അല്ലാഹുവേ, ഞാൻ പടച്ചവനോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹ് മാ അൻത മുആഖബുൽ ലീ ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയാ. പടച്ചറപ്പേ, അല്ലാഹുവേ, നാളെ നിന്റെ മഹ്ശറയാകുന്ന കോടതിയിൽ ഈ ഉള്ള യൂനുസ് കടന്നു വരുമ്പോ എന്തെങ്കിലും ശിക്ഷ തരാൻ നീ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയാ, ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് എനിക്ക് തന്നോറപ്പേ, നാളെ നിന്റെ മഹ്ശറയിൽ വന്നിട്ട് നിന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് പോകാ ഈ യൂനുസിനെ കൊണ്ട് കഴിയൂല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആ സമയത്ത് പടച്ച റബ്ബെന്നെ വിളിക്കുകയാ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യൂനുസ്, നിങ്ങളുടെ ശിക്ഷ ഏതെന്നറിയോ? ആ കാണുന്ന വീട് കണ്ടോ? ആ വീട്ടിൽ ഒരു പെണ്ണുണ്ട് യൂനുസേ, ആ പെണ്ണ്
പെണ്ണിനെ നിക്കാഹ് ചെയ്യലാ നിങ്ങളുടെ ശിക്ഷയെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു കൊടുക്കുമ്പോ ഈ വന്ന ചെറുപ്പക്കാരോട് യൂനുസ് നബി അലൈഹിസ്സലാം പറയാ, അന്ന് ചെന്നിട്ട് വിവാഹം ചെയ്തത് ആ പെണ്ണിനെ അന്ന് മുതൽ എനിക്ക് സമാധാനമില്ല, അന്ന് മുതൽ എനിക്ക് സന്തോഷങ്ങളില്ല, അന്ന് മുതൽ എനിക്ക് ആനന്ദങ്ങളില്ല. ഏത് സമയത്തും അവൾ എന്നെ വഴക്ക് പറയുന്നുണ്ട്, അവൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവൾ എന്നെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, കണ്ടതൊക്കെ ശരിയോ? എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചവളെ ഒന്നും ചെയ്യാത്ത എന്നറിയോ? തിരിച്ചൊരു വാക്കുപോലും എന്റെ പെണ്ണിനോട് പറയാത്ത എന്നറിയോ? അല്ലാഹുവേ, ഭാര്യമാര് പറഞ്ഞപ്പോ ക്ഷമിക്കുന്ന ഭർത്താവായാൽ ഇന്ന മിനൽ ദുനൂബി ദംബാ لا يغفرها إلا الغم بالعيال. ഭാര്യമാര് വല്ലതും പറയുമ്പോ ഞാൻ ഒരാണല്ലേ ഉസ്താദ്, അവൾ എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കാ, ഞാനൊരു മണ്ടനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളോട് 10 വാക്കു പറയുന്നവരല്ല അള്ളാന്റെ സ്വർഗത്തിലെ ആഗ്രഹിക്കുന്ന ഭർത്താവ്. അതേസമയം നിങ്ങൾ ക്ഷമിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്തെന്നറിയോ? കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞതാരെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് എന്തൊക്കെയോ വഴക്കു എന്തു കൊണ്ടുപോയാലും നല്ലൊരു വർത്താനം പറയില്ല. ഇവിടെ അങ്ങനെയല്ല, ചില നാടുകൾ അങ്ങനെ ഉണ്ട്. എന്തൊക്കെ കൊണ്ടുപോയാലും നമ്മളോട് നല്ലൊരു വർത്താനം പറയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ മോശമായത് പറഞ്ഞാലും ഇത് പറയുമ്പോ ഉസ്താദെ വേറെ നിങ്ങൾ പറയുന്നു പറയും, പിന്നെ ഇതെല്ലാം എന്താ പറയണ്ടേ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, നമുക്കൊക്കെ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ആ ദേഷ്യം നമ്മൾ അപ്പ തീർത്തു കഴിഞ്ഞാൽ ആ ദേഷ്യത്തിന്റെ ആ ഒരു തീർപ്പ് പടച്ചവനിക്ക് വെറുപ്പാണ്. നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാനൊരാണ്, പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ 10 പറയണ്ടേ? ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമകളാ നമ്മള്. അതേസമയം അവൾ പറഞ്ഞോട്ടെ, അവൾ അങ്ങനാണ് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോ നമ്മൾ ക്ഷമിക്കുന്നവരായാൽ, എന്റെ വാപ്പ വയസ്സ് കൂടുന്തോറും നമുക്ക് ദേഷ്യം കൂടും, അപ്പൊ നമ്മൾ നല്ലതുപോലെ ക്ഷമിക്കുന്നവരായാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകുന്ന ഓഫർ ഏതെന്നറിയോ? നിങ്ങളുടെ പാപങ്ങളല്ല, അവൾ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ക്ഷമിച്ചു പോയാൽ അല്ലാഹു നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കുമെന്ന് ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കി. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നാര വാപ്പാരെ, ഒരു തെറ്റില്ലാതെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും അല്ലേ? ഭാര്യമാരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ക്ഷമിക്കണം, കഴിവിന്റെ പരമാവധി ക്ഷമിച്ചേക്കിൻ, അതിന് കൂലിയുണ്ട്. ഞാൻ ഇത് വെറുതെ പറയല്ല. അബൂ ഖാദിൽ അഹ്വൽ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ചരിത്രങ്ങൾ ഇതുമായി വിശദീകരിക്കേണ്ടതുണ്ട്, പെട്ടെന്ന് പോവുകയാണ്. അബൂ ഖാദിൽ അഹ്വൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ സ്വപ്നം കാണുകയാണ്. മാനിമ്പ പൂവത്ത ഖാലിദന്നോരും കണ്ടാലേ കണ്ടോരു സ്വപ്നം പാരിലാകെ നിറൈന്താനേ കരളിൽ കൂളിയാണ് ആ നിലാവിൽ മലരാണ് താരക പൂവത്ത ആ നിലാവിൻ്റെ ഒരു മൊഞ്ചാണ്. അബൂ ഖാദിൽ അഹ്വൽ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന ആ ഒരു സവിധത്തിൽ പടച്ചവനെ സ്വപ്നം കാണുകയാണ്. സുന്ദരമായ സ്വപ്നം, ആര് കണ്ടാലും നല്ല രസം. എന്താ കാണുന്ന? അള്ളാന്റെ മഹ്ശറയാണ്. അള്ളാഹു നമ്മളെ അള്ളാന്റെ മഹ്ശറയിൽ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ.
നിങ്ങളുടെ ആമീന വേണ്ടുന്നത്. അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഈ സദസ്സിൽ ഈ ഇരിക്കുന്നത് എഴുന്നേറ്റ് പോകാതെ ഈ ഇരിക്കുന്നത് എന്നെ കണ്ടിട്ടല്ല. റബ്ബെ ഈ സദസ്സിൽ ഇന്നിപ്പോ ഷമീർ ദാരിമി ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും നിന്റെ അടുക്കൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ള ആ ഒറ്റ നീയത്തിൽ ഒറ്റ പ്രതീക്ഷയിലാണ് ഈ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും ബാപ്പമാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹു ഇതിന് പകരം നിന്റെ സ്വർഗത്തിൽ ഇരിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. ഉറക്കെ പറഞ്ഞോളി ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും. പടച്ചവനെ സ്വർഗം നീ അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. സന്തോഷത്തിന്റെ വഴികൾ നീ കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് അബൂ ഖാദിൽ അഹ്ബൽ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. എന്താ സ്വപ്നം? ആ സ്വപ്നം ഭയങ്കരമായ ഒരു സ്വപ്നമാണ്. അള്ളാന്റെ മഹ്ശറയാണ്. മഹ്ശറയിൽ ആളുകൾ ഇങ്ങനെ ദാഹിച്ച് വരഞ്ഞു നിൽക്കാൻ. യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാവരും ദാഹിച്ച് വരഞ്ഞു നിൽക്കുമ്പോ നല്ല കൊച്ചുമക്കൾ, മണിമുത്തുകൾ പോലെയുള്ള മക്കൾ അവിടെ നിന്നൊരു കൂജയിൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ചില ആളുകൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ, ചില ആളുകൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അബൂ ഖാദിൽ അഹ്ബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് പെട്ടെന്ന് പോയി കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. അബൂ ഖാദിൽ അഹ്ബൽ റളിയല്ലാഹു തആല അൻഹു ആ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ ഞാനും ദാഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എന്നെ അറിയൂലേ നിങ്ങൾക്ക്? ഞാൻ അബൂ ഖാദിൽ അഹ്വലാട്, ഞാൻ അബൂ ഖാദിൽ അഹ്വലാട്. പടച്ചവനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരാളാണ്. ഞാനും ഈ മഹ്ശറയിലെ വെള്ളം ദാഹിച്ചു വലഞ്ഞു നിൽക്കുമ്പോ എന്തേ നിങ്ങൾ എനിക്ക് വെള്ളം തരാത്തത്? പടച്ച റബ്ബേ, കടന്നു വന്ന വിളവുമായിട്ട് വന്ന മക്കൾ ചോദിക്കുകയാണ്, അല്ല അബൂ ഖാദിൽ അഹ്വൽ തങ്ങളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നാ നിങ്ങൾക്ക് ഈ വെള്ളം ഞാൻ തരാമെന്ന് പറയുമ്പോ ഈ കടന്നു വന്ന മക്കൾ ചോദിക്കുകയാ, നിങ്ങൾ കല്യാണം കഴിച്ചോ? നിങ്ങൾ വിവാഹം കഴിച്ചോ? കുടുംബ ജീവിതവുമായി കഴിഞ്ഞുകൂടുന്ന ഒരാളാണോ? അബൂ ഖാദിൽ അഹ്വൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ, കുടുംബ ജീവിതവുമായി കൂടുന്ന ആളാണ്. എന്നാ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ വഴക്കു പറയുന്ന ഭാര്യയാണോ നിങ്ങളുടേത്? നിങ്ങളെ ചീത്ത വിളിക്കുന്ന ഭാര്യയാണോ നിങ്ങളുടേത്? നിങ്ങളെ കളിയാക്കുന്ന ഭാര്യയാണോ നിങ്ങളുടേത്? എന്തു കൊണ്ടുപോയാലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയാണോ നിങ്ങളുടേത്? എന്നാ നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് ഭാര്യയുടെ വാക്കുകൾ മുഴുവനും സഹിച്ചതുകൊണ്ട്, ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ വെള്ളം തരാ. അതല്ലാതെ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സ്നേഹമുള്ളൊരു പെണ്ണാണ്, സന്തോഷമുള്ളൊരു പെണ്ണാണ്, എന്നാ നിങ്ങൾക്കത് തരൂല്ല. ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഭാര്യ സഹിച്ചപ്പോ, ഭാര്യ പറഞ്ഞ വാക്കിനെ ക്ഷമിച്ചപ്പോ പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞതാ, അവർക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് കേൾക്കുക? ഭാര്യ പറഞ്ഞ ഇന്നാരാ സന്തോഷിക്കുക? ഭാര്യയുടെ വാക്കിനാരാ വില കൊടുക്കുക? ചിന്തിക്കണോ? ഇത് പറയുമ്പോ ഇങ്ങനെ ഏതായാലും മൊയ്ലാര് വന്നതിന്റെ പേരിൽ വെച്ച് തട്ടൻ, അങ്ങനല്ല. ഞാൻ ഈ പറയുന്നത് ജീവിതത്തിൽ ഉപകാരപ്പെടണം. കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ചു നോക്കി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ. അല്ലാഹു നമ്മളെ ജീവിതത്തിൽ ക്ഷമിക്കുന്നവരുടെ, സഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ തട്ടിയവർ അല്ലാഹു അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്ന്, കുടുംബ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ അവിടെ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാകണം നമ്മളെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രല്ല, അവിടെ കടന്നിരുന്ന മുഴുവൻ സഹാബത്തിനോടും പറഞ്ഞു, പെട്ടെന്ന് പോകട്ടെ. പിന്നെ എന്താ പറഞ്ഞു എന്നറിയോ? പിന്നെ അവിടെ നിന്ന് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, യംബഗീ ലിൽ ആഖിലി അൻ യകൂന ഫീ അഹ്ലിഹി കസ്സബീ. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കത്ര സന്തോഷമുള്ള വാക്കാ. വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയുമായി കഴിഞ്ഞുകൂടുമ്പോ ബുദ്ധിയുള്ള ഭർത്താവ് ചെയ്യുന്ന പണി എന്തെന്നറിയോ?
ബുദ്ധിയുള്ള ഭർത്താവ് ഒരു കുട്ടിയെ പോലെ ഭാര്യയോടൊപ്പം കടന്നു വരും, ഒരു കുട്ടിയെ പോലെ ഭാര്യയോട് സംസാരിക്കും, ഒരു കുട്ടിയെ പോലെ ഭാര്യയോട് ഇടപഴകും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മദീനത്തിന്റെ രാജകുമാരന്റെ പരിശുദ്ധമാക്കപ്പെട്ട പച്ചക്കുപ്പയുടെ ചാരത്ത് പോകുമ്പോ യാ അല്ലാഹ്, ആ മദീനയുടെ പരിസരത്തായിട്ട് മസ്ജിദ് സബഖ് എന്ന് പറയുന്നൊരു പള്ളി കാണാ, മസ്ജിദ് സബഖ് എന്ന് പറയുന്നൊരു പള്ളി കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ പള്ളിക്ക് അങ്ങനെ പേര് വരാൻ കാരണമെന്നറിയോ? ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരം നടത്തിയ പള്ളിയാണ്, ഓട്ട മത്സരം നടത്തിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് മസ്ജിദ് സബഖ് എന്ന് പേരിട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നു, മോളെ ആയിഷ, നമുക്കൊന്ന് ഓട്ട മത്സരം വെച്ചാലോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ, അതിന് ഞാൻ റെഡിയാണ് നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആദ്യത്തെ ഓട്ട മത്സരം വെക്കുമ്പോ ഞാൻ അവിടെ നിന്ന് മെലിഞ്ഞ ഒരു പെണ്ണാണ്, ഞാൻ മെലിഞ്ഞു പോയൊരു പെണ്ണാണ്. ആ ഓട്ട മത്സരത്തിൽ മുസ്തഫ നബി തങ്ങളെ ഞാൻ മുന്നിൽ കടത്തി, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ തോൽപ്പിച്ചു. ആ മത്സരത്തിൽ ഞാനാണ് വിജയിച്ചത്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ എന്നെ വിളിക്കുന്നു, ആയിഷ, പൊന്നുമോളെ ആയിഷ, ഇനി നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ? അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ പടച്ചവനെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അന്ന് നടന്ന ഓട്ട മത്സരത്തില് ഞാൻ പിന്നിലായല്ലോ, അല്ലാഹുവിന്റെ റസൂൽ മുന്നിലാവുകയും ചെയ്തു. കാരണം എന്തെന്നറിയോ? എന്റെ ശരീരങ്ങൾ വളർന്നു, എന്റെ മെലിഞ്ഞൊട്ടിയ ശരീരങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നല്ലതുപോലെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വളർന്നു പോയതുകൊണ്ട് പണ്ട് ഓടിയതുപോലെ എനിക്ക് ഓടാൻ കഴിഞ്ഞിട്ടില്ല. പടച്ചവനെ, ബുദ്ധിയുള്ള ഭർത്താവിന്റെ അടയാളമെന്താ? ബുദ്ധിയുള്ള ഭർത്താവിന്റെ അടയാളമെന്താ? കസ്സബീ, വീട്ടിന്റെ ഉള്ളില് പ്രിയപ്പെട്ട ഭാര്യമാരോട് കുട്ടികളെ പോലെ പെരുമാറുന്നവരാകണം, കുട്ടികളെ പോലെ പെരുമാറുന്നവരാകണം. അവരോട് കഥ പറയാ സമയം കണ്ടെത്തണം, അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാ സമയം കണ്ടെത്തണം. എപ്പോഴോ എവിടെന്നോ കടന്നു വന്നിട്ട് കൂർക്കം വലിച്ച് കയറി കിടന്ന് ഉറങ്ങിയാ പറ്റൂല. മുസ്തഫ നബി തങ്ങൾ എല്ലാ ഭാര്യമാരോടും അവരവരുടെ ഊഴം കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് ചോദിക്കുമല്ല, എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും കണ്ണുനീര് നിങ്ങൾക്കുണ്ടോ? എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരോട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. എന്തേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, ആ ഭാര്യയോടൊന്ന് കളി പറയാൻ കഴിയുന്നില്ല, ആ ഭാര്യയോടൊന്ന് തമാശ പറയാൻ കഴിയുന്നില്ല. ലോകത്തെവിടെ പോയാലും നമുക്ക് ഫാൻസ് ഉണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളോടൊപ്പം കടന്നു വരുന്നുണ്ട്. നാട്ടുകാർ മുഴുവനും നല്ലവനാണെന്ന് പറയുന്നുണ്ട്, നാട്ടുകാർ മുഴുവനും പറയുന്നു പൊതുപ്രവർത്തനത്തിന് അവനപ്പോ നല്ലവരാളില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ആദ്യം നല്ല എന്ന് പറയേണ്ടെന്ന് എന്നറിയോ? അത് നിങ്ങളുടെ ഭാര്യയാണ്, അത് നിങ്ങളുടെ ഭാര്യയാണ്, അത് നിങ്ങളുടെ ഭാര്യയാണ്. എത്രയോ കഷ്ടപ്പെടുന്നു നമുക്ക്. നേരം വെളുത്ത് നമ്മൾ ഇറങ്ങിപ്പോയാൽ പടച്ചറപ്പേ മക്കളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് അവരുടെ വസ്ത്രമലക്കി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് നേരം വെളുത്താ ഇരുട്ടുന്നത് വരെ അടുക്കളയുടെ 4 ചുമരുകളുടെ ഉള്ളിൽ കിടന്ന് കരിയും പൊടിയും ചുമയും പിടിച്ച് പനി പിടിച്ചാലും തലവേദന വന്നാൽ എന്റെ മക്കളും
എന്റെ ഭർത്താവുമെന്ന് പറഞ്ഞ് ആ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണമുണ്ടാക്കി കാത്തിരിക്കുന്ന പാവപ്പെട്ട പെണ്ണില്ലേ, ആ പാവപ്പെട്ട പെണ്ണവിടന്ന് കാത്തിരിക്കുന്നു. 5 മിനിറ്റ് സമയം എന്നോട് എന്റെ ഭർത്താവൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്റെ ഭർത്താവിനോട് കഥ പറയുന്നില്ലല്ലോ, എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നില്ലല്ലോ. അതിന്റെ ഉദാത്തമായ മാതൃക ആരെന്നറിയോ? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തം ഭാര്യ 60 വയസ്സാകട്ടെ 70 വയസ്സാകട്ടെ, ആ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിന് നിക്കാഹെന്ന് കഴിഞ്ഞിട്ട് 2 മാസം വരെ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടെന്ന് പറഞ്ഞാ പറ്റൂല. എത്ര വയസ്സായാലും 6ഉം 7ഉം മക്കൾക്ക് ജന്മം കൊടുത്താലും അവരുണ്ടാക്കി വെക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണത്തിന് മോളെ ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു സന്തോഷത്തിന്റെ വർത്തമാനം പറയാ. എന്തേ ചെറുപ്പക്കാരാ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കസ്ബീ, വീട്ടിന്റെ ഉള്ളില് ഭാര്യമാരോട് കുട്ടികളെ പോലെ പെരുമാറണമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്.